പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നന്ദൂട്ടി ആർട്സ് ആൻഡ് വ്ലോഗ്സിലേക്ക്. അപ്പം ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താനായിട്ട് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ തുമ്പയാണ് കേട്ടോ. തുമ്പച്ചെടിയാണ്. അപ്പം പണ്ടൊക്കെ ആണെങ്കിൽ ഇത് പനിക്കൊക്കെ ആണെങ്കിൽ പിന്നെ ഉപയോഗിക്കുമായിരുന്നു. മരുന്നാണ്. ഇത് ഒരു ആയുർവേദ ചെടി പോലെയൊക്കെയുള്ള ചെടിയാണ് ഈ ഒരു തുമ്പ എന്ന് പറയുന്ന ചെടി. ഇപ്പൊ ഇത് കാണാനേ ഇല്ല. അപ്പൊ ഇവിടെ ആണെങ്കിൽ അമ്മാമ്മയാണെങ്കിൽ കൊണ്ട് നട്ട് വെച്ച ചെടിയാണ്. അപ്പൊ നമുക്ക് ഈ ചെടി ഒന്ന് കണ്ടാലോ? നമുക്ക് ഈ തുമ്പ ചെടി, തുമ്പ ചെടി എന്തോ ഇപ്പൊ വന്നേയുള്ളൂ. എല്ലാരും ഉണ്ട്. അപ്പുറത്താണെങ്കിൽ അമ്മ വന്ന കേട്ടോ. അപ്പൊ എന്നോട് ചോദിക്കുകയാണ് എപ്പോ വന്ന് ഞാൻ ചോദിച്ചേ. ഞാൻ അതിനകത്താണല്ലോ. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഞാനിവിടെ വരുമല്ലോ. ഇവിടെ വന്നപ്പോ ഒന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ എപ്പോഴും ഞാൻ ഇവിടെ വരും. ചെടിയൊക്കെ കാണിക്കാനും ഒക്കെ. ഞങ്ങളുടെ അവിടെ ഒക്കെ ഇത് ഭയങ്കര റെയറാ. ഭയങ്കരമായിട്ടൊന്നും കാണാനില്ല. ഇവിടെ ആണെങ്കിൽ അങ്ങനല്ല, എപ്പോഴും ചെടികളൊക്കെ ഉണ്ട്. അതുകൊണ്ട് അവിടുത്തെ അമ്മ ചോദിച്ചാ നീ ഇവിടെ വന്ന് എപ്പോ വന്നതൊക്കെ ചോദിക്കുക. അപ്പൊ നമുക്ക് ചെടിയൊക്കെ നോക്കാം. ഈ തുമ്പ ചെടി ഇപ്പൊ അങ്ങനെ കാണാനേ ഇല്ലല്ലോ വെച്ചാ. ചെടി ഭയങ്കര പാടാണ് ഇത് കാണാനൊക്കെ. ഭയങ്കര ഇത് നമ്മുടെ പണ്ട് കാലത്തൊക്കെ ഞങ്ങളുടെ കൊച്ചുംപരുവത്തൊക്കെ ഇത് ഇഷ്ടം പോലെ ഇതിവിടെ വളരുന്നുണ്ടായിരുന്നു. നമ്മുടെ ഏത് പറമ്പിൽ നോക്കിയാലും ഈ തുമ്പ ഈ മുറ്റത്തൊക്കെ കളിക്കുന്ന സമയത്ത് ആണെങ്കിൽ ഇതേ ഈ പറിച്ചോണ്ട് വന്ന് കൊതുവിനെ ഓടിക്കാനും, പിന്നെ നമുക്കൊരു പനിയൊക്കെ വന്നു കഴിഞ്ഞാൽ അത് ആ തുമ്പ അരച്ച് ഇട്ട് നമ്മുടെ നെറ്റിയിലും പിന്നെ അത് ഇട്ട്. പക്ഷെ അപ്പം പറഞ്ഞാൽ ഇത് കൊതുകിനെ ഓടിക്കാൻ എടുത്തിട്ട് പുകച്ചാലേ നല്ലതാന്ന് പറയുന്നുണ്ടായിരുന്നു. നമുക്കത് പനിയൊക്കെ വരുമ്പോ ഇത് വെള്ളം തിളപ്പിക്കുന്നത്, വെള്ളം ഇട്ട് നമ്മളെ കുളിപ്പിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു അമ്മയൊക്കെ. പക്ഷെ ഇപ്പോഴാണ് ഇത് കാണാനേ ഇല്ലല്ലേ. ഈ തുമ്പ എന്നൊരു കാര്യമുണ്ട്. കുറെ പേർക്ക് ഒന്ന് സിറ്റിയിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ ഇതൊന്നും അറിയത്തില്ല. അല്ലെങ്കിൽ ഇതൊക്കെ കാശ് കൊടുത്ത് വാങ്ങിക്കണം. കാശ് കൊടുത്ത് വാങ്ങിക്കുന്നല്ല. ഇപ്പൊ നാട്ടിൻപുറത്ത് വരെ ഇത് കാണാനൊക്കെ കൊണ്ട് ഇല്ല ഈ തുമ്പ എന്ന് പറഞ്ഞ ഈ ചെടി. ഞാൻ ഇന്ന് ആലോചിച്ചിട്ട് അമ്മാവ ഇത് എവിടെ ഒപ്പിച്ചോണ്ട് വരുന്നെന്ന്. ഇന്നലെ ഞാൻ ചോദിച്ചപ്പോ പറയാന്നേ, കുടുംബശ്രീ എവിടുന്ന് പോകുമ്പോഴൊക്കെ ഈ ശാഖയ്ക്കൊക്കെ പോകത്തില്ലേ, ശാഖ കുടുംബശ്രീക്കൊക്കെ പോവല്ലേ, അവരുടെ വീടുകളിലൊക്കെ അവിടെ ഇവിടെ ഉണ്ട്. അമ്മാവയുടെ കൂട്ടുകാരുടെ വീട്ടിലുണ്ട്. അങ്ങനെ പറഞ്ഞ് ഓരോന്ന് കൊണ്ടുവരുന്നേ. അവർക്കില്ല എന്തുവാ ഈ ചെടി ഒക്കെ വേണോന്ന് പറയത്തില്ലേ. ചെടി നല്ലാതെ പച്ചക്കറി ഐറ്റംസ്. അന്നേരം അപ്പൂപ്പന് അന്നേരം അമ്മാവ ഉണ്ടല്ലേ, അമ്മാമ്മ കൊച്ചച്ഛന് അമ്മാവ ചെയ്ത് വെച്ചിട്ട് കൊച്ചച്ഛനുള്ള കൊച്ചച്ഛനും വെള്ളം ഒഴിക്കും. അത്ര വെള്ളം ഒഴിക്കും. നമ്മള് പറഞ്ഞെങ്കിൽ ഭയങ്കര ചാട്ടം. അവനിതൊക്കെ കണ്ടപ്പോ ഒരു അതിശയം പോലെ. അവൻ എന്തോ അതിശയം. അവരിതെല്ലാം കണ്ടു വളരുമല്ലോ. നമ്മുടെ പയറൊക്കെ നല്ല രീതിയിൽ വന്ന്. പക്ഷെ അത് കുറച്ചുകൂടെ ആവാനുണ്ട്. പിന്നെ പറിക്കാറായിട്ടില്ല. ഇന്ന് നമുക്ക് ഒരു തോരൻ വെക്കാനും ഒരു മെഴുക്ക് പുരട്ടാനും ഉള്ള സാധനം ഇന്ന് ഇടില്ല. അതൊന്നും ഇല്ല. ഇനി അതിപ്പോഴാ പറിക്കാനായില്ലത്. മറ്റേ തോരനിരിപ്പുണ്ട് അവിടെ. ഇത്രയും പേര് പോരെ. നമ്മൾ ഇവിടെ കല്യാണം നടത്തുന്നൊന്നുമില്ല. നമ്മളൊരു 6-7 പേർക്കുള്ള കഴിക്കാനുള്ള സാധനങ്ങൾ ഇഷ്ടം പോലെ ഇപ്പൊ ഇതിനകത്ത് ഇരിപ്പുണ്ട്. ഇപ്പൊ നമുക്ക് പറിക്കാറായില്ലെന്നാ പറഞ്ഞത്. പറിക്കാറായി കിടക്കുകയാണ് ഈ സാധനം. ഇത്രയും പറിക്കാറായി കിടക്കുക. അതിപ്പോ ഞാൻ കണ്ടത് ഇപ്പൊ ആവുന്നേ ഉള്ള. ഇല്ല.